ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2318. ഇന്ന് മെയ് മാസം 6-ാം തീയതി 126-ാമത്തെ ദിവസത്തിലെത്തി. യേശു പറഞ്ഞ ആ ഇളയ മകന്റെ കഥയില്ലേ, വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒരു ക്ഷാമകാലത്തിലേക്ക് വരികയാണ്. കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹമൊക്കെ വറ്റി വരണ്ടുപോയി. ഒപ്പമുണ്ടായിരുന്ന ചങ്ങാതിക്കൂട്ടമൊക്കെ എപ്പോഴും പിരിഞ്ഞുപോയി. വല്ലാത്തൊരു കൊടും വറുതി. പന്നിയുടെ തവിടെങ്കിലും കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുകയാണ്. സ്നേഹം വേണ്ട, സ്നേഹം കണക്ക് തോന്നിക്കുന്ന എന്തായാലും മതിയെന്ന് പോലും ഒരു കോംപ്രമൈസിലേക്ക് എത്തുകയാണ്. കണ്ടിട്ടില്ലേ, ഏതൊരു കാലത്തിലും ചൂണ്ടക്കൊളുത്തുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ അത്തരം ചില തോന്നലുകളിലേക്ക് മത്സ്യങ്ങളെപ്പോലെ നീന്തി ചെല്ലുന്ന മനുഷ്യർ. ആ തവിട് പോലും അയാൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ആ ഇളയ മകന്റെ കഥയിലെ ഏറ്റവും കഠിനമായ ദുരന്തം. അപ്പോൾ അയാൾ ഒരു മേശയെ ഓർക്കുകയാണ്. ആ മേശയുടെ പ്രത്യേകത എന്താണെന്ന് പറയുന്നുണ്ട്. അവിടുത്തെ ദാസർ പോലും സമൃദ്ധമായി ഭക്ഷിക്കുന്ന ഇടമാണത്. ശ്രദ്ധിക്കണം, മക്കളെന്നല്ല. ബൈബിളിലെ ദാസർ എന്ന വാക്കിന് പാപിയെന്നും മക്കളെന്ന വാക്കിന് പുണ്യവാനെന്നും അർത്ഥമുണ്ട്. അപ്പോൾ പാത്രമേതെന്ന് ആരായാതെ, പാത്രമേതെന്ന് നോക്കാതെ വിളമ്പുന്ന ഒരാളവിടെയുണ്ട്. അപ്പം വിളമ്പുന്ന ഒരാളുണ്ട്. ഇത് പാപിയുടെ പാത്രമാണോ പുണ്യവാന്റെ പാത്രമാണോ എന്ന് വേർതിരിച്ചു നോക്കാതെ വിരുന്നിന്റെ വിഭവങ്ങൾ വിളമ്പുന്ന ഒരാള് അവിടെയുണ്ട്. അത് കൃത്യമായ സ്നേഹത്തിന്റെ നിർവചനമാണ്. ഉപാധികളില്ലാത്ത വിരുന്ന്. അടുത്ത വഴി എത്ര അഴകുള്ളതാണ്. അപ്പോൾ അയാൾക്ക് സുബോധമുണ്ടായി. അപ്പോൾ എന്താണ് ഒരാളുടെ ജീവിതത്തിലെ സുബോധം? അത് വളരെ ലളിതമായി പറഞ്ഞാൽ, പെട്ടെന്നൊരു ദിവസം ഒരാൾക്ക് തന്നെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സ്നേഹാനുഭവത്തെക്കുറിച്ച് ഒരു കാഴ്ച ലഭിക്കുന്നു, ഒരു തിരിച്ചറിവുണ്ടാവുന്നു. അതോടുകൂടി അയാളുടെ അന്നേ വരെയുള്ള ലോകം കീഴ്മേൽ പറയുന്നു, പുതിയതാവുന്നു. തള്ളിപ്പറഞ്ഞ പത്രോസ് തന്നെ ഉറ്റുനോക്കുന്ന യേശുവിന്റെ സ്നേഹത്തെ കണ്ട് നിലവിളിക്കുന്നുണ്ട്. അതുപോലെ ചില തിരിച്ചറിവുകളിലേക്കും കൂടി ഈ സ്നേഹം എന്നെ നിർബന്ധിച്ച് നയിക്കുന്നുണ്ട്. യേശുവിലേക്ക് മടങ്ങിയെത്തിയാൽ ഏതൊരാളും സ്വീകരിക്കപ്പെടുമെന്നുള്ളതാണ്. അത് പുണ്യവാന്മാർക്ക് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്ന ഇടമല്ല. പാപികളെയാണ് ഞാൻ വിളിക്കാൻ വന്നിരിക്കുന്നതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. കാണാതെ പോയ, തെറ്റിപ്പോയ ആടിനെ അന്വേഷിച്ചിറങ്ങിയ ആയിടെ ഇപ്പോഴും എന്നെയും കാത്തിരിപ്പുണ്ട്. ആമേൻ.